ഹായ് ഓൾ, വെയ്റ്റ് നിക്കാഹിൽ നിന്ന് റുഫൈഹയാണ്. നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികളാണല്ലേ. പരസ്പരം സഹായിച്ചും സഹകരിച്ചും പിന്തുണച്ചും ജീവിക്കുന്നവർ. സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. വിവാഹ ജീവിതത്തിൽ ആരായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്? ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കണം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇണകൾ തന്നെയാണ് എന്ന്. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വിവാഹ നിശ്ചയമോ മനസ്സമ്മതമോ നിക്കാഹോ കഴിഞ്ഞതിന് ശേഷം ഇണകൾ തമ്മിൽ ഒരു വളരെ നല്ലൊരു സുഹൃത്ബന്ധം നിലനിൽക്കുന്നതായാണ്. മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുന്ന, ദീർഘനേരം ഫോണിൽ കൂടി സംസാരിക്കുന്ന, കാണാതിരുന്നാൽ അല്ലെങ്കിൽ കേൾക്കാതിരുന്നാൽ മിസ്സിംഗ് ഫീലിംഗ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങൾക്കും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു സന്തോഷകരമായ സാഹചര്യം. മധുരമാർന്ന വിവാഹ ജീവിതം എന്ന് പറയുന്നത്, ഒരു മാതൃകാ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇണകൾ തമ്മിൽ പരസ്പരം ബെസ്റ്റ് ഫ്രണ്ടായി ജീവിക്കുമ്പോഴാണ്. എല്ലാ കാര്യങ്ങളും സുതാര്യമായി പരസ്പരം ഓപ്പണായി ഡിസ്കസ് ചെയ്യുന്ന, പരസ്പരം വിനോദത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇണകൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സായി ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു വിവാഹ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇണകൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ടായി ജീവിക്കുമ്പോഴാണ്. വിവാഹ ജീവിതത്തിൻ്റെ മധുരം ആസ്വദിക്കുവാനുള്ള അതിൻ്റെ രുചികരമാർന്ന ഫ്ലേവർ എന്ന് പറയുന്നതും ഇണകൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ടായി ജീവിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് സങ്കടകരമാർന്ന ചില കാര്യങ്ങളാണല്ലേ. വിവാഹത്തിന് ശേഷം നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആളുകൾ പിന്നീട് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. ദീർഘനേരം ചാറ്റ് ചെയ്തിരുന്ന അവർ ചാറ്റിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരുപാട് നേരം സംസാരിച്ചിരുന്ന അവരെ സംസാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എല്ലാം സുതാര്യമായി ഓപ്പണായി ഡിസ്കസ് ചെയ്തിരുന്ന ആളുകൾ പിന്നീട് അവയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒരേ മുറിയിൽ കിടന്നിരുന്ന ആളുകൾ വ്യത്യസ്ത മുറികളിൽ കിടക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇണകൾക്കിടയിൽ ഇത്തരമൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കുറവല്ല, മറിച്ച് അവർ തമ്മിലുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ കുറവാണ് ഈ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാനും നമുക്ക് കാണുവാനും കഴിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം നമ്മോട് തന്നെ ചോദിക്കാം, ഷുഡ് യുവർ സ്പോസ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങളുടെ ഇണ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് വൺസ് അഗെയിൻ റുഫൈഹ ഫ്രം waytonikah.com.